ഹായ് ഡിയേഴ്സ്, ഇത് പിസ്ത കേക്കായിരുന്നു. 1 kg പിസ്തയുടെ സ്പഞ്ച് ബേക്ക് ചെയ്ത് ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്ത ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ചോക്കോളേറ്റ് ഗനാഷിൽ പിസ്തയുടെ എസൻസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിനകത്തും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആദ്യം ബേസ് വെച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിനകത്തേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. പിന്നെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ക്രീം ആഡ് ചെയ്ത് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്ത് പിസ്ത ക്രഷ് ചെയ്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആൾ ഇവിടുന്ന് തൊടുപുഴയിൽ നിന്ന് നെടുങ്കണ്ടം വരെ ട്രാവൽ ചെയ്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തു വെച്ചു. കാരണം തലേന്ന് രാത്രി ഫസ്റ്റ് കോട്ടിങ് ചെയ്തു. അവനൊരു 3 മണി 3:30 ആ ഒരു ടൈമിൽ മതിയായിരുന്നു വൈകിട്ട്. അപ്പം ഞാൻ രാവിലെ ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കായിരുന്നു. ആൾ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ് കേക്ക് കൊണ്ടുവന്നത്. ഇത്രയും ട്രാവൽ ചെയ്ത് പോകാനുണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾ 2 ടയർ കേക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ലാതെ തന്നെ ടോൾ കേക്കുകൾ, കപ്പ് കേക്ക്, പോപ്സ്, സിക്കിൾസ് അങ്ങനെ സംഭവങ്ങളൊക്കെ മോളുടെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകും. സേഫായിട്ട് തന്നെ അവിടെ എത്താറുണ്ട്. അങ്ങനെ പിന്നെ ആൾക്ക് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം വളരെ കുറച്ചിട്ട് ചെയ്താൽ മതി. അവർക്ക് ഉള്ളിലേക്ക് നമുക്കിപ്പം പുറമേ കോട്ടിങ് ചെയ്യാൻ എന്തായാലും ക്രീം ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ ഉള്ളിലേക്ക് മാക്സിമം ക്രീം കുറച്ചിട്ടാണ് ചെയ്യൽ. അങ്ങനെ മാക്സിമം അകത്തേക്ക് ക്രീം കുറച്ചിട്ട് ചെയ്താൽ പുറത്തേക്ക് ഇച്ചിരി നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുമ്പം കുറച്ച് ക്രീം കൂടുതൽ എന്തായാലും ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പം അകത്തേക്ക് ക്രീം കുറവാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗണാഷ് പിസ്ത എസൻസ് മിക്സ് ചെയ്ത ചോക്ലേറ്റ് ഗണാഷും ഒഴിച്ചു കൊടുത്ത് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്താൽ മതിയെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഞാൻ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് റൈറ്റിങ്സ് വെച്ച് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിസ്ത ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് ഫൈനൽ ലെയറും കൂടി വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുമ്പോഴും ക്രം കോട്ടിങ് കൊടുക്കുമ്പോഴും ഞാൻ വളരെ ക്രീം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ക്രീം കൂടുതൽ വരുന്നതല്ലോ. ഫൈനൽ കോട്ടിങ് ഇച്ചിരി കൂടുതൽ കൊടുക്കാമെന്ന് ഓർത്ത് ഫസ്റ്റ് കോട്ടിങ്ങും ഞാൻ ക്രീം കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം ക്രീം വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ റൗണ്ട് കേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം ക്രീം കുറച്ചിട്ട് ചെയ്യാം. പിന്നെ സ്ക്വയർ കേക്കുകൾക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉള്ളിലേക്ക് നമുക്ക് ക്രീം കുറച്ചിട്ട് ചെയ്യാം. പുറത്തേക്കാണ് കുറച്ചും കൂടി ക്രീം കൂടുതൽ വേണ്ടത്. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈനുകൾ, കസ്റ്റമൈസേഷൻ്റെ ഡിസൈനുകളൊക്കെ വരുമ്പം ഈ ക്രീം കുറച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോൾ കേക്കൊക്കെ വരുമ്പോൾ ഹൈറ്റ് കിട്ടാണ്ടൊക്കെ വരും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പഞ്ചിന് വെയിറ്റ് കൂട്ടും. ഇപ്പോൾ 1 kg വെയിറ്റുള്ള കേക്കാണെങ്കിൽ നമ്മളൊരു ടോൾ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ 1 ഒരു 1.5 ആ ഒരു അളവിൽ നിൽക്കുന്ന ഒരു ബാറ്റർ റെഡിയാക്കിയെടുത്ത് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് വെയിറ്റ് കേക്കിന് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കേക്കിന് കറക്റ്റ് വെയിറ്റ് കിട്ടാതെ വരും. കാരണം അത്രയും ഫ്ലാറ്റായിട്ടാണ് നമ്മൾ ക്രീം കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഒരു മിൻറ്റ് ഗ്രീനാണ്, ആ ഒരു ഗ്രീൻ ആഡ് ചെയ്ത് ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്യുകയാണ്. അങ്ങനെ ഫൈനൽ കോട്ടിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ആ വൈറ്റ് ചോക്ലേറ്റിനകത്ത് നമ്മൾ പിസ്തയുടെ എസൻസ് മിക്സ് ചെയ്ത് അതും പിന്നെ ഈ ഒരു ലൈറ്റ് മിൻറ്റ് ഗ്രീനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൊരു കളറാണിത്. അതും കൂടി ആഡ് ചെയ്ത് ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ നോർമൽ റൗണ്ടുള്ള കേക്കൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ടോൾ കേക്കുകൾ, സ്ക്വയർ കേക്കുകളൊക്കെ വന്നു കഴിയുമ്പം കൂടുതലും ടോൾ കേക്കുകൾക്ക് ക്രീം ഉള്ളിലേക്ക് കുറച്ചിട്ട് മതി എന്ന് പറയുന്നവർക്ക് ചെയ്യാറ് ബാറ്റർ എടുക്കുമ്പോൾ വെയിറ്റ് കൂട്ടിയെടുക്കും. അതായത് 1.25 ആ ബാറ്റർ എടുത്ത് ബേക്ക് ചെയ്തതിന് ശേഷം ഫ്ലാറ്റായിട്ട് അകത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് അത്രയും
ക്രീം പുറത്തേക്ക് ഇട്ടാലും ഇതൊരു നോർമൽ ഹൈറ്റുള്ളൊരു കേക്ക് ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫൈനൽ സൈഡും മുകൾ ഭാഗവും എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഞാൻ ബ്രഷ് വെച്ചും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈൻ മതി എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് തന്നെ റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. റൈറ്റിങ്സൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അതിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.